നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ UK നയതന്ത്ര ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാകുന്ന വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ത്യ UK വ്യാപാര കരാറിന് ധാരണ. ഇന്ത്യയിലെ സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കും. സുഗന്ധവ്യഞ്ജനങ്ങൾ, ടെക്സ്റ്റൈൽസ്, ചെരുപ്പ് എന്നിവയ്ക്കും UK തീരുവ ഇല്ല. സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ് മേഖലകളിലും തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ നികുതിയില്ല. വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭാ നടപടികൾ പുരോഗമിക്കുന്നു. നടപടികൾ നിയന്ത്രിക്കുന്നത് ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ. ഭരണകക്ഷിക്ക് അനുകൂലമായ വോട്ട് ബാങ്ക് നിർമ്മിക്കാൻ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ കൊലപാതകങ്ങൾ നടന്നുവെന്ന വെളിപ്പെടുത്തലിൽ സാക്ഷിമൊഴി പുറത്ത്. ഒട്ടേറെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് ശുചീകരണ തൊഴിലാളിയായ സാക്ഷിയുടെ മൊഴി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊപ്പം പുരുഷന്മാരും കൊല്ലപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തൽ. പല കൊലപാതകങ്ങളും നേരിൽ കണ്ടെന്നും മറവ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴിയിൽ പരാമർശം. മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പര കേസിൽ 12 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ബോംബെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പ്രതികളെ വീണ്ടും ജയിലിലാക്കേണ്ട എന്നും നിരീക്ഷണം. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് കോടതി. 2006 ട്രെയിൻ സ്ഫോടനങ്ങളിൽ മരിച്ചത് 180-ലധികം പേർ. സംസ്ഥാനത്ത് നിന്നും പരക്കെ ശക്തമായ മഴ. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തീരദേശ മേഖലകളിലും വടക്കൻ ജില്ലകളുടെ മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ 2ാമത്തെ ഫൈനലിസ്റ്റിന് ഇന്നറിയാം. ഇന്ത്യയുടെ കൊനേരു ഹംപിയും ചൈനയുടെ ലെയ് ടിൻജിയും തമ്മിൽ ടൈ ബ്രേക്കറിൽ ഏറ്റുമുട്ടും. വിജയി ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ ദിവ്യ ദേശ്മുഖിനെ നേരിടും. ഇന്ത്യ UK വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. UKയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരാറിൽ ഒപ്പുവെക്കും. ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കും. സുഗന്ധവ്യഞ്ജനങ്ങൾ, ടെക്സ്റ്റൈൽസ്, ചെരുപ്പ് എന്നിവയ്ക്കും UK തീരുവ ചുമത്തില്ല. സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ് മേഖലകളിലും 0 തീരുവയ്ക്ക് UK സമ്മതിച്ചു. ഇന്ത്യൻ തൊഴിലാളികളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ നികുതി ചുമത്തുന്നതും ഒഴിവാക്കും. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തും. ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉന്നയിച്ചാണ് പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായണാണ് രാജ്യസഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരിച്ച നടപടി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബീഹാറിൽ നിന്നുള്ള കോൺഗ്രസ് രാജ്യസഭാ MP അഖിലേഷ് പ്രസാദ് സിംഗ് രാജ്യസഭയിൽ നോട്ടീസ് നൽകി. വോട്ടർ പട്ടിക പരിഷ്കരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭരണകക്ഷിക്ക് അനുകൂലമായി വോട്ട് ബാങ്ക് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നടപടിയെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്ന് രാജിവെച്ചതിന് പിന്നാലെ പകരക്കാരനെ നിശ്ചയിക്കാൻ NDAയിൽ സജീവ ചർച്ചകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയാലുടൻ BJP യോഗം ചേരും. പ്രധാനമന്ത്രിയുടേതാകും അന്തിമ തീരുമാനം. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലെ രാഷ്ട്രീയ നേട്ടത്തിന് കൂടി ഉതകുന്ന തരത്തിലായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥിയെന്നാണ് സൂചന. പിന്നാക്ക വിഭാഗത്തിലെ വ്യക്തിയിലേക്ക് ഉപരാഷ്ട്രപതി പദം എത്തിയേക്കുമെന്നാണ് നിഗമനം. BJPക്ക് ഒറ്റയ്ക്ക് ഉപരാഷ്ട്രപതിയെ വിജയിപ്പിക്കാനാകില്ല. അതിനാൽ NDAയിലെ ഘടകകക്ഷികളുടെയും അഭിപ്രായ സമന്വയം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. കേന്ദ്ര കൃഷി സഹമന്ത്രിയും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ കർപ്പൂരി ഠാക്കൂറിന്റെ മകനായ രാംനാഥ് ഠാക്കൂർ കാലാവധി കഴിഞ്ഞതിനു ശേഷവും BJP അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന JP നദ്ദ, സുപ്രീംകോടതി മുൻ ജഡ്ജിയും നിലവിൽ ആന്ധ്ര ഗവർണറുമായ S അബ്ദുൽ നസീർ, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യ, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി, നിലവിലെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് അടക്കമുള്ളവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം സർക്കാർ നിലപാട് കാക്കുകയാണ് പ്രതിപക്ഷം. MP-മാരുടെ എണ്ണത്തിൽ ഇന്ത്യ സഖ്യം പിന്നിലാണ് എന്നതിലുപരി ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും സഖ്യത്തിലില്ല. 1 വർഷത്തോളമാകുന്നു ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്നിട്ട്.
അതിനാൽ തന്നെ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് തെരഞ്ഞെടുപ്പെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാകും ഏറ്റവും വലിയ വെല്ലുവിളി. അതേസമയം ജഗ്ദീപ് ധൻഖറിന്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ച് വിജ്ഞാപനമിറക്കിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ തുടങ്ങി. വോട്ടർ പട്ടിക ആദ്യം തയ്യാറാക്കും. ലോക്സഭയിലെയും രാജ്യസഭയിലെയും നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾക്കടക്കം വോട്ടവകാശമുണ്ടായിരിക്കും. റിട്ടേണിംഗ് ഓഫീസറെയും വൈകാതെ നിയമിക്കും. ഓഗസ്റ്റ് അവസാനത്തോടെ നടപടികൾ പൂർത്തിയാക്കിയേക്കും. നിലവിലെ ഉപരാഷ്ട്രപതിയുടെ മരണം, രാജി, നീക്കം ചെയ്യൽ എന്നീ കാരണങ്ങളാൽ വരുന്ന ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാലും പുതിയതായി എത്തുന്ന ആൾക്ക് 5 വർഷം കാലാവധിയുണ്ടാകും. അതിനിടെ ധൻഖറിന്റെ രാജിയുടെ കാരണം തേടി രാജ്യസഭയിൽ പ്രതിഷേധം തുടരുകയാണ്. സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെയും പാർട്ടിയെയും പിന്തുണയ്ക്കുന്നതിൽ അതിതീവ്ര നിലപാട് പുലർത്തിയിരുന്ന ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രപതി മോഹമെന്നും BJP വൃത്തങ്ങൾ സൂചന നൽകുന്നു. 2 വർഷത്തിനു ശേഷം അടുത്ത രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ NDA സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന ആവശ്യം അനൗപചാരികമായി ധൻഖർ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെച്ചുവെന്നാണ് സൂചന. ഇത് അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ വലിയ അതൃപ്തിയായിരുന്നു ധൻഖറിന്. പാർട്ടിയുമായി അലോസരമുണ്ടായ സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതി പദവി രാജിവെക്കുന്നതാണ് ഉചിതമെന്ന രീതിയിൽ ജഗ്ദീപ് ധൻഖറിന് സർക്കാരും പാർട്ടിയും നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് അമൃത TV. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ N. പ്രശാന്ത് IAS-നെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ സസ്പെൻഡ് ചെയ്ത് 9 മാസങ്ങൾക്ക് ശേഷമാണ് പ്രശാന്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ N. പ്രശാന്ത് IAS ചീഫ് സെക്രട്ടറി ജയതിലക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഇത്തരം പരാമർശങ്ങളിലാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് പ്രസന്റിംഗ് ഓഫീസർ. അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവിലുള്ളത്. പ്രശാന്തിന് നേരത്തെ കുറ്റപത്ര മെമ്മോ നൽകിയിരുന്നു. എന്നാൽ മെമ്മോയിലെ കുറ്റങ്ങളെല്ലാം പ്രശാന്ത് നിഷേധിച്ചുവെന്നും ഇതിനു പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ പറയുന്നു. കുറ്റപത്ര മെമ്മോയ്ക്ക് പ്രശാന്ത് നൽകിയ മറുപടി തള്ളുന്നതായും അന്വേഷണ ഉത്തരവിലുണ്ട്. പ്രശാന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചത് ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെയാണ്. എന്നാൽ അന്വേഷണം നടത്തുന്നവർ ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. സസ്പെൻഡ് ചെയ്ത 6 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് ചട്ടം. പ്രശാന്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് സസ്പെൻഡ് ചെയ്ത് 9 മാസങ്ങൾക്ക് ശേഷമാണ്. ഇതിനിടയിൽ 3 തവണ സസ്പെൻഷൻ നീട്ടിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊല അന്വേഷിക്കാൻ കർണാടക സർക്കാർ രൂപീകരിച്ച പ്രത്യേക സംഘം ഇന്ന് പ്രാരംഭ നടപടികൾ തുടങ്ങി. അതിനിടെ അന്വേഷണ സംഘത്തിൽ നിന്ന് DCP സൗമ്യലത IPS പിന്മാറി. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സൗമ്യലത. പുതിയ ഉദ്യോഗസ്ഥനെ ഉടൻ സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി G. പരമേശ്വര അറിയിച്ചു. 20 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി സംഘം വിപുലീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥയുടെ പിന്മാറ്റം. 5 IPS ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക. പ്രാദേശിക സാഹചര്യങ്ങളെക്കുറിച്ചും പ്രാദേശിക കേസുകളെക്കുറിച്ചുമുള്ള പരിചയം കണക്കിലെടുത്ത് ദക്ഷിണ കന്നഡ, ഉടുപ്പി, ഉത്തര കന്നഡ ജില്ലകളിൽ നിന്നാണ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനിടെ കൂട്ടക്കൊല ആരോപണത്തിലെ നിർണായക സാക്ഷിമൊഴി പുറത്തുവന്നു. ധർമ്മസ്ഥലയിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്നാണ് സാക്ഷിമൊഴി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊപ്പം പുരുഷന്മാരും കൊല്ലപ്പെട്ടുവെന്നാണ് പോലീസിന് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി. 100-ലധികം മൃതദേഹങ്ങൾ നേത്രാവതി പുഴയോട് ചേർന്നുള്ള വനമേഖലയിൽ താൻ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് മൊഴിയിൽ പറയുന്നത്. 1995 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ചിലത് കത്തിച്ചു കളഞ്ഞു. കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. കൊലപാതകങ്ങൾ നേരിൽ കണ്ടതായും മൃതദേഹങ്ങൾ അടക്കം ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നതായും ശുചീകരണ തൊഴിലാളി മൊഴിയിൽ പറയുന്നു. അതിനിടെ ധർമ്മസ്ഥല ക്ഷേത്രത്തെയും ഹെഗ്ഡെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്ന മാധ്യമ വാർത്തകൾ തടഞ്ഞ കർണാടക കോടതി വിധിക്കെതിരെ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മുംബൈ സ്ഫോടന കേസിൽ 12 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ ബോംബെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. കേസിലെ എല്ലാ പ്രതികൾക്കും കോടതി നോട്ടീസ് അയച്ചു. അതേസമയം പ്രതികളെ ഉടൻ ജയിൽ മോചിതരാക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. പ്രതികളെ വെറുതെ വിട്ടത് മറ്റ് കേസുകളുടെ വിചാരണയെ ബാധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചിരുന്നു.
2006 180-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ സ്ഫോടന പരമ്പര നടന്നത്. പശ്ചിമ റെയിൽവേയിലെ വിവിധ സ്ഥലങ്ങളിലായി 7 ലോക്കൽ തീവണ്ടികളിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 5 പേരെയും ജീവപര്യന്തം തടവിന് വിധിച്ച 7 പേരെയുമാണ് തിങ്കളാഴ്ച ഹൈക്കോടതി വെറുതെ വിട്ടത്. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയുടെ ഡൽഹിയിലെയും മുംബൈയിലെയും സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ്. 2 സംസ്ഥാനങ്ങളിലുമായി 35 സ്ഥലങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത്. റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് ഉയർന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള പരിശോധന. 2017 മുതൽ 2019 വരെ യെസ് ബാങ്കിൽ നിന്നെടുത്ത 3000 കോടി രൂപയുടെ വായ്പകൾ നിയമവിരുദ്ധമായി വകമാറ്റിയതിനാലാണ് നിലവിലെ പ്രധാന അന്വേഷണം. 50 പേരുമായി പറന്ന റഷ്യൻ വിമാനം ചൈനീസ് അതിർത്തിയിൽ തകർന്നു വീണു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ചൈനീസ് അതിർത്തിക്ക് സമീപം റഷ്യയിലെ അമൂർ മേഖലയ്ക്ക് മുകളിൽ വെച്ചാണ് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതെന്ന് അധികൃതർ അറിയിച്ചു. അങ്കാര എയർലൈൻസിന്റെ AN-24 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരിൽ 5 പേർ കുട്ടികളാണ്. 6 ക്രൂ അംഗങ്ങളും വിമാനത്തിലുള്ളതായാണ് പ്രാഥമിക വിവരം. ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുൻപാണ് അപകടമുണ്ടായത്. റെക്കോർഡ് നിലവാരത്തിലെത്തിയ സ്വർണ്ണവിലയിൽ വ്യാഴാഴ്ച ഇടിവ്. പവന്റെ വില 1000 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 9255 രൂപയും പവന് 74,040 രൂപയുമായി. കഴിഞ്ഞ ദിവസം 75,040 രൂപയായിരുന്നു സ്വർണ്ണത്തിന്റെ വില. US താരിഫ് സംബന്ധിച്ച ആശങ്കകളിൽ അയവ് വന്നതാണ് സ്വർണ്ണത്തെ ബാധിച്ചത്. ഡോളറിന്റെ ദുർബലാവസ്ഥയും സ്പോട്ട് ഗോൾഡ് വിപണിയിലെ ഡിമാൻഡ് കുറഞ്ഞതും വിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്നും പരക്കെ ശക്തമായ മഴയാണ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കൻ ജില്ലകളുടെ മലയോര മേഖലകളിലും കരുതൽ നിർദ്ദേശമുണ്ട്. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെയോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. തീരമേഖലയിലടക്കം മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട്. സ്കൂൾ സമയമാറ്റത്തെ ഭൂരിഭാഗം രക്ഷിതാക്കളും പിന്തുണച്ചുവെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. 50% രക്ഷിതാക്കളും സമയമാറ്റത്തെ പിന്തുണച്ചപ്പോൾ മുൻ രീതിയിലെ സമയക്രമത്തെ അനുകൂലിച്ചത് 6.4% പേർ മാത്രമാണ്. 6 ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം. അക്കാദമിക് കലണ്ടർ തയ്യാറാക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഈ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ 10 വരെ വിവിധ ജില്ലകളിൽ നടത്തിയ പഠനത്തിലാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും സ്കൂൾ സമയമാറ്റത്തെ പിന്തുണച്ചിട്ടുള്ളത്. സ്കൂൾ ദിവസങ്ങളിൽ പരമാവധി സമയം ഉപയോഗിക്കണമെന്ന് 50.7% രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. 41.1% രക്ഷിതാക്കൾ സിലബസ് കുറയ്ക്കാനും അനാവശ്യ അവധികൾ കുറയ്ക്കാനും നിർദ്ദേശിച്ചു. പഴയ സമയക്രമം മതിയെന്ന് 6.4% പേർ മാത്രമാണ് അഭിപ്രായപ്പെട്ടത്. 0.6% പേർ അവധി പുനഃപരിശോധിക്കുന്നതിനെ അനുകൂലിച്ചു. എന്നാൽ പഠന ദിവസങ്ങൾ കൂട്ടുന്നത് 87.2% പൊതുജനങ്ങളും എതിർത്തു. ശനിയാഴ്ചയുൾപ്പെടെ ക്ലാസ് നടത്താനുള്ള തീരുമാനത്തെയും ഭൂരിഭാഗം പേരും എതിർത്തു. 819 അധ്യാപകരും 520 വിദ്യാർത്ഥികളും 156 രക്ഷിതാക്കളും പഠനത്തിന്റെ ഭാഗമായി. 4490 പൊതുജനങ്ങളെയും സർവേയുടെ ഭാഗമാക്കി. വയനാട്, പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം നടത്തിയത്. ക്ലാസ് സമയം വെള്ളിയാഴ്ച ഒഴികെയുള്ള 4 ദിവസങ്ങളിൽ അരമണിക്കൂർ കൂട്ടണം. ഒപ്പം ഈ അക്കാദമിക് വർഷം 7 ശനിയാഴ്ചകളിൽ ക്ലാസുകൾ അധികമായി നൽകണമെന്നുമായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുന്നപ്ര-വയലാറിന്റെ സമരനായകൻ വിട പറഞ്ഞിട്ടും വലിയ ചുടുകാട്ടിലേക്ക് ഒരിക്കൽ കൂടി യാത്രയാക്കാനെത്തിയ കേരള ജനത. പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് വ്യാഴാഴ്ച രാവിലെയും VS അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. VS ഈ ദ്വയാക്ഷരത്തെ വിപ്ലവ കേരളം യാത്രയാക്കിയത് കണ്ണീർ പൊഴിച്ചും കണ്ഠമിടറുമാറ് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയിലും പാതയോരങ്ങളിൽ കാത്തുനിന്നവരുടെ നീണ്ട നിര വലിയ ചുടുകാടിൻ്റെ ചരിത്രഭൂമികയിലേക്ക് നീണ്ടു. സംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നുവെങ്കിലും ചുടുകാടിന് മുന്നിലെ റോഡിൽ അവർ തടിച്ചുകൂടി. കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീണ്ടു ആ വിശാലമായ ജനസഞ്ചയം.
എന്നിട്ടും അവസാനിച്ചില്ല ആ പ്രിയ നേതാവിനോടുള്ള സ്നേഹം. അവർ വ്യാഴാഴ്ചയും തുടർന്നു. എരിഞ്ഞടങ്ങിയ ജനനേതാവിൻ്റെ ചിതയ്ക്കരികിലേക്ക് ഹൃദയത്തിൽ സ്നേഹം നിറച്ച് അവർ വീണ്ടും എത്തി. രാവിലെ ഇവിടെ വരണമെന്ന് വിചാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുള്ളതായ ഒരു സഖാവ് വേറെ കാണത്തില്ല. ആരും പറഞ്ഞിട്ട് വരുന്നതല്ലല്ലോ. ഇത്രയും ആൾക്കാർ ഈ മഴയും ഒന്നും വകവെക്കാതെ ഇത്രയും നിന്ന് ബുദ്ധിമുട്ടി കാണണമെന്നുണ്ടെങ്കിൽ പുള്ളിയോടുള്ള സ്നേഹമാണ് എനിക്കും ഇഷ്ടമാണ്. VS എന്ന കമ്മ്യൂണിസ്റ്റ് കരുത്ത് അത്രമേൽ ആഴത്തിൽ ജനഹൃദയങ്ങളിൽ പതിഞ്ഞുപോയ ഒന്നാണ് എന്ന് തെളിയിക്കുകയാണ് ഇപ്പോഴും വലിയ ചുടുകാട്. വിട പറഞ്ഞു പിരിഞ്ഞിട്ടും VSനടുത്തേക്ക് ഒരിക്കൽ കൂടി അവരെത്തുന്നതും VS എന്ന നഷ്ടത്തെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. VS എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെയും ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു വികാരമാണ്. ആ വികാരം എന്ന് പറയുന്നത് നമുക്ക് എത്ര അടക്കി വെച്ചാലും പുറത്തു വരുന്നൊരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾ നമുക്ക് ഒരുപാട് ആവേശം പകരുന്നതാണ്. VSലൂടെ അവസാനിക്കുന്നത് ഒരു ചരിത്രം കൂടിയാണ്. 80 ആണ്ടുകൾ നീണ്ടുനിന്ന പ്രത്യയശാസ്ത്ര നിലപാടിൻ്റെ പകരം വയ്ക്കാനില്ലാത്ത പോരാട്ടത്തിൻ്റെ ചരിത്രം. വിപ്ലവസൂര്യൻ പോരാട്ടമണ്ണിൽ അലിഞ്ഞു ചേരുമ്പോഴും VS എന്ന രണ്ടക്ഷരം ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനോടെ തുടരും. തെളിമയാർന്ന നേതാവായി ഇനിയും നിലയ്ക്കാതെ വലിയ ചുടുകാട്ടിലേക്ക് തുടരുന്ന ജനങ്ങളുടെ പ്രവാഹം അത് വിളിച്ചു പറയുന്നുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. അമ്മ തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ മത്സരത്തിനില്ല. ജഗദീഷ് മത്സരിക്കും. ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സരരംഗത്തുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അതിനു മുൻപ് രവീന്ദ്രന്റെ പ്രതികരണം കേൾക്കാം. ഞാൻ ഇപ്പോൾ കാൻഡിഡേറ്റാണ്. ഞാൻ ഇതിനു മുമ്പ് അതിനെക്കുറിച്ച് നന്നായിട്ട് ആരോപണ വിധേയർക്കെതിരെ ഞാൻ സംസാരിക്കുന്നു. ഇനി ഞാൻ കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഓരോരോ ഇഷ്ടമാണ്. കാരണം ഞാൻ ഒരിക്കലും ഒരാളെ പിന്നെ എനിക്ക് പറയാൻ ഉള്ള അവകാശമില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാ, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കണേ. നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വരാൻ പാടില്ലല്ലോ. അശ്വതി ചേരുകയാണ്. അശ്വതി, മോഹൻലാൽ മത്സരത്തിനില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ മറ്റാരൊക്കെ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു? വിവരങ്ങൾ. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണെന്ന് അതിന്റെ അന്തിമ സ്ഥാനാർത്ഥി പത്രിക നാളെ പുറത്തുവരും. ഈ സമയത്താണ് മോഹൻലാൽ മത്സരിക്കാനില്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തീർപ്പ് വന്നിരിക്കുന്നത്. നേരത്തെ മത്സരിച്ചേക്കില്ല എന്നാണ് ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മത്സരിക്കാനില്ല. ജഗദീഷ് അദ്ദേഹം മത്സരരംഗത്തേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ശ്വേതാ മേനോനും രവീന്ദ്രനും അടക്കമുള്ള ആളുകളാണ് ഈ മത്സരരംഗത്ത് ഉള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള ആളുകൾ ഇനി മത്സരിക്കാൻ അല്ലെങ്കിൽ ഭാരവാഹിയായി തുടരാൻ താല്പര്യമില്ല എന്ന കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ട്രഷറർ സ്ഥാനത്തായിരുന്നു ഉണ്ണിമുകുന്ദൻ ഉള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ അന്തിമ പട്ടിക ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഇന്ന് ഈ നാമനിർദ്ദേശ പത്രികകൾ എല്ലാം സമർപ്പിച്ചതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടെയായിരിക്കും അല്ലെങ്കിൽ നാളെയോടെയായിരിക്കും അന്തിമ പട്ടിക പുറത്താവുക. നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ലൈംഗികാതിക്രമ കേസിൽ ആരോപണ വിധേയനായി സ്ഥാനം ഒഴിഞ്ഞതോടെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജാണ് ഈ ചുമതല വഹിച്ചിരുന്നത്. ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കുന്ന കാര്യം ജനറൽ ബോഡി ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഭാരവാഹിത്യം ഏറ്റെടുക്കുന്ന നിലപാടിൽ തന്നെയായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു വലിയ മത്സരം, അതായത് ആ നേരത്തെ ഉണ്ടായിരുന്ന മോഹൻലാൽ അടക്കമുള്ള ആളുകളുടെ ഒരു നില മാറി മറ്റൊരു പുതിയ ഒരു ടീം അമ്മയുടെ തലപ്പത്തേക്ക് പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി നാമനിർദ്ദേശ പത്രികകളെല്ലാം പൂർത്തിയായി അത് സമർപ്പിച്ച ഒരു അന്തിമ പട്ടിക ആരൊക്കെയാണ് മത്സരിക്കുക എന്നതിന്റെ ഒരു അന്തിമ പട്ടിക പുറത്തു വരും. ജഗദീഷും അതുപോലെ തന്നെ ശ്വേതാ മേനോൻ അടക്കമുള്ള ആളുകൾ മറ്റ് ആളുകളുടെ അംഗങ്ങളുടെ പിന്തുണ തേടിയിട്ടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അമ്മ എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ മത്സരത്തിനില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ജഗദീഷ് മത്സരിക്കുന്നുണ്ട്. ശ്വേതാ മേനോനും രവീന്ദ്രനും അടക്കം മത്സരരംഗത്തുണ്ട്. വൈകിട്ടോടുകൂടി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.
പിതൃമോക്ഷപ്രാപ്തി തേടി ഇന്ന് കർക്കടകവാവ് സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പ്രധാന ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിയിടാൻ നിരവധി പേരെത്തി. എല്ലാ പിതൃക്കൾക്കും ഒരുമിച്ച് തർപ്പണം നടത്താമെന്നതാണ് കർക്കടകത്തിലെ കർത്തവാവ് ദിനത്തിലെ ബലിതർപ്പണത്തിന്റെ പ്രാധാന്യം. പിതൃപുണ്യം തേടി ആയിരങ്ങളാണ് തിരുവനന്തപുരം തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രത്തിലെത്തിയത്. പിതൃതർപ്പണത്തിനായി ദേവസ്വം ബോർഡ് വിപുലമായ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയത്. പുലർച്ചെ 2:30 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. 9 ബലിമണ്ഡപങ്ങളിലായി ഒരേ സമയം 3500 പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ബലിതർപ്പണത്തിനെത്തിയ വാഹനങ്ങൾക്ക് ടോളും ഒഴിവാക്കിയിരുന്നു. ഒമ്പത് മണ്ഡപങ്ങളുണ്ട്. എല്ലാത്തിലുമായിട്ടൊരു 4500 പേർക്ക് ഒരേ സമയം ബലിതർപ്പണം ചെയ്യാവുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ആലുവ മണപ്പുറത്ത് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. മണപ്പുറത്തിന് പുറമെ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ബലിതർപ്പണം നടന്നു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുമായി 100 കണക്കിന് ആളുകളാണ് ബലിയർപ്പിക്കാനായി എത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് ബലിതർപ്പണം നടത്തിയത്. കോഴിക്കോട് കടപ്പുറത്തും ബലിതർപ്പണം നടന്നു. മഴയുടെ സാഹചര്യത്തിൽ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ബേപ്പൂരിലെ പ്രസിദ്ധമായ ഗോദീശ്വരം ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലായി ഒരേ സമയം 800 പേർക്ക് ബലിതർപ്പണം ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. കോട്ടയം തിരുനക്കര പുതിയ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം, നാഗമ്പടം മഹാദേവ ക്ഷേത്രം, വെണ്ണിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയത്. ആലപ്പുഴ തലവടി ആനപ്രാമ്പാൽ ക്ഷേത്രത്തിലും തൃശൂരിലെ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ മുതൽ ബലിതർപ്പണത്തിനായി ഭക്തരുടെ നീണ്ട നിരയാണ് പലയിടങ്ങളിലും അനുഭവപ്പെട്ടത്. കൊല്ലം, തിരുമുല്ലാവാരം, മുണ്ടയ്ക്കൽ, പാപനാശം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ മുതൽ ആരംഭിച്ച വാവ് ബലിതർപ്പണത്തിൽ വലിയ തിരക്കാണ് കൊല്ലം തിരുമുല്ലാവാരം കടൽത്തീരത്തും ക്ഷേത്രത്തിലും അനുഭവപ്പെട്ടത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. പിതൃസ്മരണയിൽ പ്രാർത്ഥനയോടെ ജനലക്ഷങ്ങൾ ഇന്ന് കർക്കടക വാവ് ബലിയർപ്പിച്ചു. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലും 100 കണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിന് എത്തിയത്. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബലിതർപ്പണ ചടങ്ങിന് കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി നേതൃത്വം നൽകി. 100 കണക്കിന് ഭക്തരാണ് മഠത്തിൽ പിതൃക്കളുടെ മോക്ഷത്തിനായി ബലിതർപ്പണത്തിനെത്തിയത്. ജലമൊഴിക്കാം, ഭൂഷണമിതം ജലമൊഴിക്കാം. ഓം ബ്രഹ്മാദയ സുരാഹ സർവേ ഋഷയഃ കശ്യപാദയഃ ആഗച്ഛന്തു മഹാഭാഗ ബ്രഹ്മാണ്ഡോദർ. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. ഈ ദിവസം ബലിതർപ്പണം നടത്തുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. കർക്കിടകത്തിലെ അമാവാസി എന്ന് പറയുന്നത് പിതൃക്കളുടെ പ്രഭാത സന്ധ്യയും ദേവന്മാരുടെ സായം സന്ധ്യയുമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദിവസം 2 കൂട്ടരെയും പ്രീതിപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ടും അമ്മയുടെ സാന്നിധ്യം കൊണ്ടും അമ്മയുടെ അനേകം ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ടും പരമപവിത്രമായ സ്ഥാനത്ത് നദീതീരത്ത് ശിവക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന വളരെ പുണ്യപ്രദമായിട്ടാണ് കണക്കാക്കുന്നത്. നല്ല അവസരം നമുക്കെല്ലാവരും കിട്ടി. കർക്കിടക വാവിനോടനുബന്ധിച്ച് കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ തിലഹോമവും നടത്തി. കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലെത്തിയ ഭക്തർ ബലിതർപ്പണ ചടങ്ങിലും തിലഹോമത്തിലും പങ്കെടുത്ത് പിതൃപുണ്യവുമായാണ് മടങ്ങിയത്. ഇവിടെ അറിഞ്ഞു കേട്ട് ഞാൻ വന്നതാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു എല്ലാം തത്വങ്ങൾ മനസ്സിലാക്കി സ്വാമിജി പറഞ്ഞു തരുക. അപ്പം നമുക്കൊരു നല്ല തൃപ്തി വരും. നമ്മൾ ചെയ്യുമ്പോൾ സമാധാനത്തിലിരുന്ന് ചെയ്യാം. പല ജന്മങ്ങളിലുള്ള മാതാപിതാക്കൾക്കും ഈ നമുക്ക് ഈ ഗതി കിട്ടാതെ പോയ ആത്മാക്കൾക്കൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു തൃപ്തിയുണ്ട്. തലസ്ഥാനത്തെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യ വനിതാ ചെസ് ലോകകപ്പിൽ 2ാമത്തെ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ഇന്ത്യയുടെ കൊനേരു ഹംപിയും ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്റർ ലെയ് ടിൻജിയും തമ്മിലുള്ള സെമിയിലെ 2 ഗെയിമുകളും കഴിഞ്ഞ ദിവസം സമനിലയിലായിരുന്നു. ഇന്നത്തെ ടൈ ബ്രേക്കറിലൂടെ വിജയി തീരുമാനിക്കും. ഫൈനലിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖാണ് എതിരാളി.
ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യ 4-ന് 264 റൺസ് എന്ന നിലയിൽ. രവീന്ദ്ര ജഡേജയും ഷാർദുൽ ഠാക്കൂറുമാണ് ക്രീസിൽ. അതേസമയം ഋഷഭ് പന്തിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നത് ഇന്ത്യക്ക് 2ാം ഇന്നിംഗ്സിൽ തിരിച്ചടിയാകും. ക്രിസ് വോക്സിന്റെ പന്ത് കൊണ്ട് വലത് കാൽപാദത്തിനാണ് ഋഷഭിന് പരിക്കേറ്റത്. റിപ്പോർട്ടറുടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.